സമയം രാവിലെ 7 മണിയായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുണ്ടക്കയത്താണ് കേട്ടോ. മുണ്ടക്കയത്ത് ഇപ്പം നിൽക്കുകയാണ്. ഞങ്ങൾ നേരെ ഇടുക്കിക്ക് പോവാണ് കേട്ടോ. അപ്പം ഇന്ന് കുറേ ഇടുക്കി കാഴ്ചകളൊക്കെ കാണാവേ. ഇതിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുണ്ടക്കയം ആണ്. ഇത് കണ്ടോ, ആറ് കണ്ടോ. അപ്പം രാവിലെ ഇടുക്കി പോവാണ്. അതുകൊണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്ന കാണാം കേട്ടോ. അടിപൊളി കാഴ്ചയാണ്. ഇത് ഇവിടെ നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾ നേരെ ഇടുക്കിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു യാത്രാ വ്ളോഗാണ്. ഇന്നൊരു യാത്രാ വീഡിയോ ആണ്. കുറേ നാളായി യാത്രയൊക്കെ പോയിട്ട്. അപ്പോൾ യാത്രാ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൻ്റെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും പറയുന്നത് യാത്രാ വീഡിയോ ആണ് നിങ്ങൾക്ക് പറ്റുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ യാത്ര പോവാണ് കേട്ടോ ഇടുക്കിയെ. അപ്പോൾ രാവിലെ തന്നെ ചെറിയ മഴക്കാറും ചെറിയ മഴച്ചാറ്റിലും ഒക്കെ ഉണ്ട്. റോഡൊക്കെ കിടക്കണം കേട്ടോ. ഋതു പോവാം നമുക്ക്. നമ്മളെവിടെ പോവാം? ഇങ്ങോട്ട് പോവാ. എവിടാ? എന്തിനു പോവാ? ചുമ്മാ പോവാ. നല്ല തണുപ്പുണ്ടല്ലേ? നല്ല തണുപ്പാ. നമുക്കൊരു ചായ കുടിക്കണം കേട്ടോ. നമുക്കൊരു ചായ കുടിക്കണ്ടേ? നമ്മുടെ മെയിൻ പരിപാടി ചായ കുടിയല്ലടാ. പോയാലോ? കുറച്ച് പെട്രോൾ അടിച്ച് പോകാൻ വേണ്ടി നമ്മൾ പമ്പിൽ വണ്ടി കയറ്റിയതാണേ. നേരം വെളുത്ത് വരുന്നേ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റും നല്ല കോടയാണ് കേട്ടോ. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല കോടയാണ്. മുകളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവസ്ഥ എന്നൊന്നും അറിയത്തില്ല. എന്നാലും അടിപൊളി ക്ലൈമറ്റ്, നല്ല കോടയൊക്കെയാണ് ഗൈസ്. അടിപൊളി. ഈ രാവിലെ ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഇങ്ങനെ പോകാൻ നല്ല രസമെന്ന് അറിയുമോ? കണ്ടോ, അടിപൊളി ക്ലൈമറ്റ് ഗൈസ്. ഒരു രക്ഷയില്ല. ഫുള്ള് മഞ്ഞാണ്. റോഡിലൊക്കെ നല്ല കോടമഞ്ഞ് കയറിയിട്ടുണ്ട്. മഞ്ഞുണ്ടോ? കൊള്ളാം അല്ലേ? നമ്മൾ ഉദ്ദേശിച്ച ഇത്രയും മഞ്ഞില്ല. ഇവിടെ ഒരാൾ നടന്നു വരുന്നുണ്ടോ? താഴെ ഒരു വീട് വെക്കണ്ടേ? അവിടെ ഒരു വീട് കണ്ടോ? പഴയ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ വീടാണോ? എന്നതാണോ? നമുക്ക് പോവാം. കയറിക്കോ, വണ്ടിയെ കയറിക്കോ. ഋതുവിന് വിശക്കുന്നെന്ന് പറഞ്ഞ് രാവിലെ അല്ലേ, വെളുപ്പങ്കാലത്ത് ഇറങ്ങിയില്ലേ, വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേണ്ടേ ഒരു ഉഴുന്നുവട വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വേണം. അപ്പോൾ ഉഴുന്നുവട തപ്പി ഇറങ്ങിയാണ് കേട്ടോ. ഇപ്പോൾ വളഞ്ഞങ്ങാനത്താണ് ഉഴുന്നുവട, പക്ഷേ ഒരു കടയിലും ഇല്ല. അപ്പോൾ വളഞ്ഞങ്ങാനത്ത് നിൽക്കുകയാണ്. വെള്ളമൊക്കെ തീരെ കുറവാണ്. മഴ അങ്ങോട്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ ഭയങ്കര വൈബാണ് കേട്ടോ. എപ്പോഴും നല്ല തിരക്കായിരിക്കും ഇവിടെ. ഈ വെള്ളം എപ്പോഴും ഇങ്ങനെ നിൽക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത് മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഈ വെള്ളമാണ് ഇവിടെ കുടിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് പക്ഷേ ഉഴുന്നുവട കിട്ടിയില്ല ഗീസ്. അപ്പോൾ കിട്ടിയ സാധനം മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വണ്ടിയിലോട്ട് കയറാണ്ടി പോവുകയാണ് ഗീസ്. ഇവിടെ കുരങ്ങന്മാർ ഭയങ്കര വഴി കിടന്ന് ഭയങ്കര പരിപാടിയാണ് കേട്ടോ. അത് കാരണം വണ്ടിയൊക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. നല്ല കോടയാണ് കേട്ടോ. നല്ല മഞ്ഞും നല്ല മഴയല്ല, മഴ പെയ്തിട്ട് നിൽക്കുവാണ് കേട്ടോ. കൊടങ്ങനും ഉണ്ട്. കൊടങ്ങൻ വഴിക്കൊക്കെ കൊടങ്ങനുണ്ട് കേട്ടോ. പറഞ്ഞത് ഇന്നെനിക്ക് തോന്നുന്ന മഴ കാരണം വണ്ടിയെ ഇറങ്ങാൻ പറ്റുമോയെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് മഴയായിരിക്കും മിക്കവാറും. സമയം 7:30 ആയിട്ടില്ല, 7:24 ആയതേ ഉള്ളൂ. നമ്മളിപ്പോൾ കുട്ടിക്കാനത്തോട്ട് ചെന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു 1/2 കിലോമീറ്റർ കൂടി പോയാൽ കുട്ടിക്കാനം എത്തും. കുട്ടിക്കാനം സൂപ്പർ കോടയാണ്. അടിപൊളി കോട. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കോടയിലോട്ട് വരുന്നത് കേട്ടോ. കണ്ടോ, കുട്ടിക്കാനം എത്തി. കുട്ടിക്കാനത്ത് ഫുള്ള് കോട. കുട്ടിക്കാനത്ത് പിന്നെ എപ്പോൾ വന്നാലും കോടയാ. കുട്ടിക്കാനത്ത് ഒരിക്കൽ പോലും വന്ന് നമ്മൾ നിരാശപ്പെടുത്തുന്നില്ല കേട്ടോ. അതുപോലത്തെ കിടിലൻ ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ. റോഡൊന്നും കാണത്തില്ല. അച്ചൻകോവിലോ? നീ ഇങ്ങോട്ട് വിളി. അച്ചൻകോവിലൊന്നും അല്ല. അച്ചൻകോവിലൊക്കെ ഇവിടെ കാണാം. മഞ്ഞിൽ പുതച്ച് നിൽക്കുന്ന കുട്ടിക്കാനത്തെ കണ്ടോ. ഇവിടെ എപ്പോൾ വന്നാലും ഈ ഒരു ക്ലൈമറ്റ് ആയിരിക്കും. നമ്മളൊരു 100-ൽ 20% തവണയൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പം വെയിലായിരിക്കും. ബാക്കി ഫുള്ള് സമയത്ത് ഇവിടെ ഈ ഒരു ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ. അതാണ് കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലം. നല്ല അടിപൊളി കോടയാണ് കേട്ടോ. നോക്കി, ഈ ക്യാമറയ്ക്കകത്ത് കാണുന്നത് കൊണ്ട് ഇത്രയും ചുറ്റുവട്ടത്ത് കോടയില്ലാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ എല്ലാം കോടയുണ്ട് കേട്ടോ. അടിപൊളി കോടയാണ്. നല്ല കിടിലൻ ക്ലൈമറ്റ്, പൊളി വൈബ്. അതായത് ഈ ചാറ്റമഴ അതുപോലുള്ള പരിപാടികളൊന്നുമില്ല. നല്ല ഇങ്ങനെ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുവാണ് ഗൈസ്. ഒരു രക്ഷയില്ല. അല്ലെങ്കിലും ഈ കുട്ടിക്കാലത്ത് എപ്പോൾ വന്നാലും ഈ ഒരു ഫീലാണ് കേട്ടോ. ചെറിയൊരു ചാറ്റമഴ തുടങ്ങിയാൽ പിന്നെ ഇവിടെ വേറെ മൂഡായിരിക്കും. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ
കട്ടപ്പനയ്ക്ക് പോകാം ഗൈസ്. എന്നാ ഇറങ്ങിയേ? ഞങ്ങളുടെ കൊച്ചു വ്ളോഗറിനെ കണ്ടോ? കൊച്ചു വ്ളോഗർ. അച്ചാച്ചൻ്റെ വീഡിയോ എടുക്കുവാണോ നീ? എന്നാ എടുക്കുമായിരുന്നു ഇവിടുത്തെ? എന്നാ എടുക്കുമായിരുന്നു? ആണോ? എന്നിട്ട് കിട്ടിയോ? കിട്ടി. എന്നാ അത് നല്ല തണുപ്പുണ്ടോ? എന്നാ പറഞ്ഞേ? ഇങ്ങോട്ട് നോക്കിപ്പോടാ. നല്ല ക്ലൈമറ്റ് അല്ലേ? എന്നതാ നമ്മളങ്ങനെ അവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. AC പോലെ തന്നെ ഇതുണ്ട്, മഞ്ഞ്. AC പോലെ തന്നെ മഞ്ഞുണ്ട്. ഇത് നമ്മുടെ ഏലപ്പാറയിൽ നിന്ന് വാഗമണ്ണ് പോകുന്ന റോഡാണ് കേട്ടോ. ഇത് നമ്മൾ നേരെ കുട്ടിക്കാലത്ത് നിന്ന് ഏലപ്പാറയ്ക്ക് ഇറങ്ങുന്ന റോഡ്. കണ്ട അവിടെ അത്രയും ഭാഗത്ത് കുറച്ച് വെയിലുണ്ട് കേട്ടോ. കണ്ടോ വെയിലുണ്ടോ? ആ വെയിൽ കുറച്ച് മുന്നേ എൻ്റെ ഇവിടെ ആയിരുന്നു കേട്ടോ. ഇവിടെ ആയിരുന്നു. അതങ്ങനെ അങ്ങോട്ടങ്ങ് പോവുക. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മുന്നോട്ടിങ്ങനെ കുറച്ച് വണ്ടി എടുത്തപ്പോൾ ഇവിടുന്ന് ഏലപ്പാറയുടെ ഒരു വ്യൂ കാണാൻ പറ്റും. പക്ഷേ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. പക്ഷേ അവിടെ വെയിൽ ഇങ്ങനെ അടിച്ച് കിടക്കുന്ന കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഞാനെടുത്ത് കാണിക്കാവേ. ഇത്ര നേരത്തെ ക്ലൈമറ്റൊക്കെ മാറിയിട്ട് ഇപ്പോൾ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെയിലായിരിക്കും മിക്കവാറും. ആലടി എന്ന് പറയുന്ന സ്ഥലത്തെ മരീന എന്ന് പറയുന്നൊരു ഹോട്ടലാണ് കിടന്നത്. അത് ചപ്പാത്ത് കഴിഞ്ഞ് മുന്നോട്ട് കട്ടപ്പനയ്ക്ക് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊരു കിടില ഹോട്ടലാണ്. ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഒന്നും പറയാനില്ല. ഇവിടെ കയറിയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഞാൻ വേറൊരു റീൽസ് ഇതുപോലെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലപോലെ വൈറലായിരുന്നു കേട്ടോ. അടിപൊളി വ്യൂ ആണ് കേട്ടോ. അത് അടിപൊളിയാണല്ലേ? അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ വണ്ടി നേരെ കട്ടപ്പന എത്തിയിട്ടുണ്ട് കേട്ടോ. കട്ടപ്പനയിൽ നമ്മൾ നേരെ പോകുന്നത് രാമക്കൽമേടിലേക്കാണ്. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് അവസാനം എവിടെ എത്തി കുഞ്ഞായി? രാമക്കൽമേട്. രാമക്കൽമേട് വന്നിട്ടുണ്ടോ? നമ്മൾ നമ്മൾ ഇന്നാളൊരു ദിവസം വന്നില്ലേ? ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ട് അവിടെ ഊഞ്ഞാലൊക്കെ ആയിട്ടൊക്കെ പോയില്ലേ? അന്ന് ദീപുപാരപ്പനും ഉണ്ടായിരുന്നു. അത് ഇവിടാണോ? അത് പാഞ്ചാലി മേടല്ലേ? അത് പരുന്തുംപാറ. നമ്മളിപ്പം നമ്മള് രാമക്കൽമേട് എത്തുന്നുണ്ട്. രാമക്കൽമേടില് എത്താറായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് രാമക്കൽമേടിനെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇന്നിവിടെ എന്തായാലും മഴയില്ല കേട്ടോ. മഴയില്ല, നല്ല ചെറിയൊരു ഇളം വെയിലുണ്ട്. നല്ല ക്ലൈമറ്റാണ്. ഭയങ്കര ചൂടുമില്ല. മഴയൊക്കെ പെയ്തിട്ട് കിടക്കുന്ന ഒരു വെയിൽ വരുന്നില്ലേ, ആ സാധനം. അങ്ങനെ നമ്മൾ വേണ്ട രാമക്കൽമേട് വന്നിട്ടുണ്ട്. രാമക്കൽമേട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങളിവിടെ കുറേ തവണ വന്നിട്ടുള്ളൂ. രാമക്കൽമേട് ഇതുകൊണ്ട് ഇതാണ് മറ്റേ രാമക്കൽമേടിൻ്റെ വലിയ പാറയുടെ മുകളിൽ വശം കേട്ടോ. അതിൻ്റെ മുകളിൽ ആൾക്കാർ കയറിയിരിക്കുന്നത് കണ്ടോ? അയ്യോ, ആ മേഘം പോകുന്ന പോക്കുണ്ടോ? എന്നാ സ്പീഡിലാണ് പോകുന്നേ അല്ലേ? അതെ, ഇതാണ് ആ രാമക്കൽമേടിൻ്റെ ആ വലിയ പാറ കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ കുറേ തവണ വന്നു. അതിൻ്റെ മുകളിൽ ഉണ്ട്. ഇവിടെയാണ് മറ്റേ കുറവനും കുറത്തി സ്റ്റാച്ചു ഒക്കെ ഉള്ളതുണ്ട്. ഈ കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. ഈ കുന്നിൻ്റെ മുകളിലാണ്. അപ്പം അങ്ങോട്ട് പോകുന്നില്ലെന്ന് വെച്ചു. അപ്പം ഞങ്ങൾ വേറെ രണ്ട് വഴിക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങോട്ട് പോകണമെന്ന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും സമയം ഇപ്പം 11 മണിയായിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊക്കെ അങ്ങോട്ട് പോകാവേ. 1-2 സ്ഥലം ഞങ്ങൾ പ്ലാനിലുണ്ട്. അപ്പോൾ എങ്ങോട്ട് പോകണമെന്നുള്ള തീരുമാനിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മറ്റേ രാമക്കൽമേടിലെ പാറ കേട്ടോ. മൊത്തം കറങ്ങി കണ്ടിട്ട് പോവാം. നമുക്ക് തമിഴ്നാട്ടിന് പോകണോ, കമ്പം ഇറങ്ങി കുമളിക്ക് പോകണോ,
അതോ ഇവിടുന്ന് നേരെ പൂപ്പാറ കയറി ഗ്യാപ്പ് റോഡ് മൂന്നാർ കാണാൻ പോണോ? നിങ്ങൾ പറ, നീ പറയടി. ഇതൊരാടി പാണ്ടി, നീ തമിഴ്നാട്ടിൽ വന്ന പാണ്ടി കൊച്ചാടി. എങ്ങോട്ടാ പോണേ പറ. ഗ്യാപ്പ് റോഡ് കാണാൻ പോണം, മൂന്നാറ്. അപ്പം നമ്മൾ മൂന്നാറിന് പോവാണ് കേട്ടോ. ഞങ്ങൾ കുറേ നേരമായിട്ട് ഇവിടെ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്ക് കൊടുത്ത് മൂന്നാറിന് പോകണോ ഗ്യാപ്പ് റോഡിന് പോകണോ അല്ല മറ്റേ തമിഴ്നാട്ടിന് പോകണോ, കമ്പന്തേനി ഇറങ്ങി കുമളിക്ക് പോയി അതിലെ കുട്ടിക്കാരൻ കയറി വീട്ടിൽ പോകണോ എന്നുള്ളതാണ് ചർച്ച നടന്നത് കേട്ടോ. അപ്പോൾ അവസാനം നമ്മൾ എങ്ങോട്ട് പോവാ? മൂന്നാർ ഗ്യാപ്പ് റോഡ് കാണാൻ വേണ്ടി പോവാണ് ഗെയ്സ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും നല്ല കോടമഞ്ഞൊക്കെ കാണാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയും ക്ലൈമറ്റാണ് ഇവിടെ. അപ്പോൾ അവിടെ ചെന്ന് എന്തായാലും കോടയും മഞ്ഞും ഒക്കെ കാണാൻ, തണുപ്പൊക്കെ കാണുമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നേരെ 35 കിലോമീറ്റർ 30 കിലോമീറ്ററാണ് കാണിക്കുന്നത് കേട്ടോ. 1 മണിക്കൂർ യാത്രയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഗ്യാപ്പ് റോഡ് പോകാം. അങ്ങനെ നമ്മളിപ്പോൾ വേണ്ടേ നെടുങ്കണ്ടമായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അവിടെ എത്തിയത് നെടുങ്കണ്ടം. നമ്മളിപ്പോൾ നെടുങ്കണ്ടത്ത് എത്തിയിട്ടുണ്ട്. നെടുങ്കണ്ടത്ത് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. റോഡിലെല്ലാം വണ്ടി. അങ്ങോട്ട് കാണിച്ച് നോക്കി, വണ്ടി കിടക്കുന്ന കേട്ടോ. കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് കയറ്റി, അങ്ങനെ കാണിച്ച് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് കയറ്റി പിടിച്ച്. കണ്ടോ, റോഡിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തേക്കും. നോക്കി, 2 സൈഡിലും വണ്ടിയാണ്. നേരെ പിടിച്ചോ, അങ്ങനെ പിടിച്ചോ, കണ്ടോ. അത് കാരണം നേരെ പിടിക്കും, ഇപ്പം പിടിച്ചാലും പിടിക്കും. അങ്ങനെ പിടിക്കും. റോഡിൻ്റെ ഈ സൈഡിലും മൊത്തം വണ്ടിയാണ്. അതെ അതെ അതെ. അല്ല, നമ്മൾ നേരെ, അത് നല്ലൊരു മലയല്ലേ അല്ലേ? ആ മലയിലൊക്കെ പോവാവേ. ആ മലയിലോട്ടാ പോകുന്നത്. ആ മല സൂം ചെയ്ത് കാണിച്ച്. കേട്ടോ, മാറ്റി. വെയിലുണ്ടെന്നാ നല്ല മഴക്കാറുമുണ്ടേ. മഴയകാലം പെയ്ത പണിയാവും. ഭയങ്കര വഴക്കല്ലേ? ആരൊക്കെ വഴക്ക് പിടിച്ചേ? ഈ കുരിപ്പ് കാരണം എനിക്കൊന്നും നേരെ ഇരിക്കാൻ ചൊവ്വനെ ഒന്നും പറ്റുന്ന പോലെ. ഈ റോഡ് കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ. അതായത് നെടുങ്കണ്ടത്തുനിന്ന് പൂപ്പാറയ്ക്കുള്ള റോഡാണേ. 2 സൈഡിലും ഇതിന്റെ തീരത്തോട്ടമല്ല, ഏലത്തോട്ടമാണ്. ഏലത്തോട്ടത്തിന് നടുവിലൂടെയുള്ള റോഡാണേ. പിന്നെ ഈ ഏലത്തോട്ടത്തിനകത്ത് നല്ല മരങ്ങൾ ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്. അത് അടിപൊളിയാണ് കാണാൻ. വലിയ കാട് പോലെ നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ ഏലത്തോട്ടമാണ്. രണ്ടുപേരെ ഉറങ്ങിപ്പോയി കേട്ടോ. മൂന്നാറ് കാണണമെന്ന് പറഞ്ഞ് വേളം ഉണ്ടാക്കിയിട്ട് 2 പേരും ഒറ്റ സീറ്റിൽ കിടന്ന് നല്ല ഉറക്കം. അനക്കണ്ട, നമുക്ക് അവിടെ ചെന്നിട്ട് വിളിച്ച് എഴുന്നേൽപ്പിക്കാം. നമ്മൾ ഏകദേശം അടുക്കാറായി കേട്ടോ. അടിപൊളി റോഡാണ് കേട്ടോ. ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഈ സ്ഥലം കണ്ടോ നിങ്ങൾ? നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇത് മെയിൻ റോഡാണ് കേട്ടോ. നല്ല കിണ്ണം കാച്ചിയ കാട്. ഇതിനിടയ്ക്ക് തേയിലത്തോട്ടമാണിത്. ഏലത്തോട്ടം ഉണ്ട് ഇതിനിടയ്ക്ക്. എന്നാലും ഈ ഭാഗങ്ങളൊക്കെ കാടാണ് കേട്ടോ. എല്ലാം അങ്ങോട്ടൊരു നടവഴിയുണ്ട് കേട്ടോ. അടിപൊളി വൈബാണ് കേട്ടോ. ഈ മരങ്ങളൊക്കെ കണ്ടോ, ഭീകര മരങ്ങളാണ് കേട്ടോ. ഭയങ്കര വലിപ്പമുള്ള മരങ്ങളാണേ. ഭയങ്കര പഴയ മരങ്ങളാണ്. കാണുമ്പോഴേ അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഏതായാലും പൂപ്പാറയ്ക്ക് പോവാവേ. നമ്മൾ നേരെ പൂപ്പാറയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൂപ്പാറ അവിടെ ചെന്നിട്ട് ഗ്യാപ്പ് റോഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോരാം. നല്ല റോഡാണ് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരക്കൊന്നും ഇല്ല ഈ റോഡിൽ. തിരക്കെന്ന് പറയുന്ന സാധനമില്ല. നല്ല രസം, നല്ല കാടിന് നടുക്കൂടുള്ള കിടിലൻ റോഡ്. നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ടോ? അതി 2 പേര് നല്ല ഉറക്കം കേട്ടോ. നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് പൂപ്പാറ എത്തിയിട്ടുണ്ട് ഗൈസ്. പൂപ്പാറയിലോട്ട് വരുമ്പോൾ തന്നെ ക്ലൈമറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഈ പ്രകൃതിയുടെ ആ ഒരു സ്റ്റൈൽ മാറിയുണ്ടോ? കണ്ട കിണ്ണൻ ഒരു ലാൻഡ്സ്കേപ്പ് അല്ലേ? നോക്കി ഇവിടെ നീ അങ്ങോട്ട് പൊളിയാ കേട്ടോ. പിന്നെ അങ്ങോട്ട് നോക്കടാ, അവിടെ നോക്കി എങ്ങനെയുണ്ട്?
കൊള്ള ഉറക്കമായിരുന്നു. ഇവിടെ നോക്കി ഭയങ്കര ഉറക്കം കഴിഞ്ഞിട്ട് നൈറ്റ് വരും രണ്ടെണ്ണം. ഈ ഉറക്കം തൂങ്ങിയിരിക്കുന്നേ. വാ ഇറങ്ങി കാണണ്ടേ ഇതൊക്കെ. ഇവിടുത്തെ ഈ തേയിലത്തോട്ടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്റ്റൈലാണ് കേട്ടോ. വേറെ ഇന്ത്യയിൽ വേറെ ഇതുപോലെ ഇത്രയും സ്റ്റൈലായിട്ടുള്ള തേയിലത്തോട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ ആ ഒരു ഭംഗി കണ്ടോ, അതാണ് മൂന്നാറിൻ്റെ പ്രത്യേകത. നോക്കി ഒരു രക്ഷയില്ല കേട്ടോ. ഇറങ്ങി വാ മൂന്നാർ കാണുമെന്ന് പറഞ്ഞിട്ട്. ഇത് മൂന്നാറല്ല, ഇത് പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്, മൂന്നാറല്ല. ഇത് അങ്ങോട്ട് നോക്കി പാറക്കൂട്ടം കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് പാറക്കൂട്ടം കണ്ടോ, നല്ല ഭംഗിയാട്ടോ. ഈ മരങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലാണ്. ഓനെ എടി കണ്ടോ ഇതെങ്ങനെയുണ്ട്? തണലത്ത് നിന്നോ. ഡേയ് എന്നാ പറ്റി? വീഴല്ലേ. അങ്ങനെ നമ്മൾ വേണ്ടേ പൂപ്പാറയിലെത്തിരിക്കുകയാണ് ഗൈസ്. പൂപ്പാറ ഇങ്ങോട്ട് വാ, പെണ്ണിങ്ങനെ വന്നേ, വാ ഓടി വന്നേ. ഒരുമാതിരി പാണ്ടി വളയൊക്കെ എവിടെ നടി പാണ്ടി വള? പൊളി സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി ക്ലൈമറ്റും, നല്ല ക്ലൈമറ്റായിരുന്നു, നമുക്ക് പറ്റിയ ക്ലൈമറ്റാണ്. പാറ കണ്ടോടി. എങ്ങോട്ട് പോയാലും ഇനി അങ്ങോട്ട് പോകുന്നപ്പോൾ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട് കൊണ്ടേ. അങ്ങോട്ട് പോകുമ്പോ ഇല്ലേ അടിപൊളി സ്ഥലങ്ങൾ കാണാനുണ്ട് വേറെ. അങ്ങോട്ട് പോവാം വരുമ്പോ മീൻസ് ഇതാണ് നമ്മുടെ പൂപ്പാറ ജംഗ്ഷൻ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് കിടക്കുന്ന വഴി നേരെ ഗ്യാപ്പ് റോഡാണ് കേട്ടോ. ഗ്യാപ്പ് റോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ മൂന്നാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് നമ്മുടെ ഈ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത്. അതുപോലെ മനോഹരമായിട്ടുള്ളൊരു റോഡാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഈ റോഡ് കുറച്ച് ദൂരോട്ട് മുന്നോട്ട് പോകാം. മൂന്നാർ വരെ പോകാൻ ചാൻസ് കുറവാണ്, മൂന്നാർ വരെ പോകാനുള്ള സെറ്റപ്പില്ല. ഇത് നേരെ ഇത് പൂപ്പാറ ജംഗ്ഷനാണ് കേട്ടോ. ഇവിടുന്ന് വലത്തോട്ട് നേരെ നമുക്ക് പോയി കഴിഞ്ഞാൽ നേരെ നെടുക്കണം. നമ്മൾ ആ വഴിയാണ് വന്നത് ഇങ്ങോട്ട്. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ റോഡ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു റോഡ്. നിങ്ങൾക്ക് ഇവിടെ ഇതിലെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാകും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മൂന്നാറിൻ്റെ ഗ്യാപ്പ് റോഡൊന്ന് അടിച്ചിട്ട് വരാം ഗേയ്സ്. മൂന്നാറിൻ്റെ ഗ്യാപ്പ് റോഡ് പോവാം. മഴക്കാറാണ്, മഴക്കാറ്. നമ്മൾ പൂപ്പാറയിൽ നിന്ന് മൂന്നാറിന് പോകുന്ന വഴിക്ക് നമുക്ക് ഈ ആനയിറങ്ങൽ ഡാമിൻ്റെ ഒരു കിടിലൻ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഏത് അത് തന്നെത്തില്ല നിനക്ക്, അത് നീ കഴിക്കത്തില്ല. അത് ഇല്ലെന്ന് അത് മേടിച്ചാൽ നീ വെറുതെ കളയും. ചേട്ടാ രണ്ടെണ്ണം.
ഈ കാണുന്നതാണ് നമ്മുടെ ആനയിറങ്കൽ ഡാമിൻ്റെ റിസർവയർ കേട്ടോ. ഇതിൻ്റെ താഴെയാണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടൊക്കെ ഇറങ്ങി പോകാനൊക്കെ പറ്റും, നമുക്ക് നോക്കാം. പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോകാം. അടിപൊളിയല്ലേ? വെള്ളം തീരെ ഇല്ല കേട്ടോ, വെള്ളം കുറവാണ്. വേണേ ഡേയ് എന്നാ ചൂടാ. ഒരു മിനിറ്റ് ചേട്ടാ, ഇവിടെ താഴെ വന്നേ. ഭയങ്കര ചൂടാണേ. താഴെ പോലെ ഉറക്കെ പിടിച്ചാണേ. അത് നല്ലതാണോ? കഴിച്ചു നോക്കി. അതല്ലടാ അത്, എടാ അത് കഴിച്ചു നോക്കി. കൊള്ളാവോ? എന്നാണ്ടു? ഓക്കെ ആണോ? ചൂടുണ്ടോ? ഇങ്ങോട്ട് നോക്കി പറ. ഉണ്ടോ? ആണോ? ഇവിടെ നൈറ്റ് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ നാരങ്ങയും മുളക് പൊടിയും ഉപ്പും കൂടിയും കൂട്ടി തേക്കും, മിക്സ് ചെയ്ത്. നല്ല രുചിയാണ്. കൂടുതൽ സാധനം കേട്ടോ. പെണ്ണേ എങ്ങനെ നോക്കും? എങ്ങനെയുണ്ട്? നോക്കാം. അച്ഛൻ കൂടി നോക്കി. പെണ്ണേ ഇവിടെ നോക്കി. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? കൊള്ളത്തില്ല. നമ്മുടെ ഒരു മാഗി കൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ രണ്ട് ബ്രെഡ് ഓംലേറ്റ് ഓൾറെഡി തീർത്തു. ഒരെണ്ണം മേടിച്ചു. ഒരു മാഗി കൂടി മാറുന്നുണ്ടോ? ഏനാ മാഗി അവളത് നിന്റെ കയ്യിലോട്ടങ്ങ് തന്ന്. പോട്ടോ. വീട്ടിൽ പോവാണ്. വീട്ടിൽ പോവാണെങ്കിൽ അങ്ങനല്ല അവള് പോട്ടോ. വീട്ടിൽ പോയി നമുക്ക് ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിലാണെങ്കിൽ വെയില് മാറി അവിടെയാണ് വെയില്. അന്നേരം നിങ്ങള് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് കേട്ടോ. ആനയിറങ്കൽ ഡാം കാണാൻ വേണ്ടി വന്നതാണ്. വെള്ളമൊക്കെ തീരെ കുറവാണ് കേട്ടോ. അടിപൊളി. നമ്മളാ ബ്രെഡ് ഓംലെറ്റ് കഴിച്ച കടയില്ലേ, ആ കടയുടെ തൊട്ട് താഴെ നമ്മൾ കണ്ട ഡാമില്ലേ, ആ ഡാമാണ് ഈ കാണുന്നത് കേട്ടോ. ഉണ്ടോ? ഇങ്ങോട്ട് ഞാൻ വന്നിട്ട് അയ്യോ നല്ല സൂപ്പർ വ്യൂ ആണല്ലോ ഇത് അല്ലേ? ഞാനിങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല. ബോട്ട് കിടക്കുന്നുണ്ടോ? ഞാൻ ബോട്ട് കിടക്കുന്നുണ്ടോ? ആ ബോട്ടൊക്കെ മൊത്തം പോയി കിടക്കും കേട്ടോ.
അതിൽ ഇറങ്ങാം, പക്ഷെ കുഞ്ഞായൊക്കെ ഉള്ള കാരണം അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വള്ളിയാണ്. ഇല്ല. വേണ്ട, പിള്ളേർക്ക് ഇറങ്ങാൻ പറ്റില്ല. അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇരുന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. കാണുന്ന മലനിരകളിൽ ഏറ്റവും ഉയരം കൂടിയ ഏതൊരു മലയാണ് നമ്മുടെ മീശപ്പുലി മല കേട്ടോ. അതുപോലെ തന്നെ കൊളുക്കുമലയൊക്കെ ഇവിടെ നിന്ന് ഞാൻ കാണാൻ പറ്റും. പക്ഷേ കൃത്യമായിട്ട് ഏത് മലയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ വേണ്ടേ മൂന്നാറിന് പോകുന്നില്ല ഗൈസ്. നമ്മൾ നേരെ തിരിച്ച് പരുന്തുംപാറയ്ക്ക് പോവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരുന്തുംപാറയിലാണ് ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ പോയി കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കാം. കണ്ടേ? ആ കറക്റ്റ്, അത് പോയിന്റ് കേട്ടോ. അവിടെ എപ്പോഴും നല്ല മഞ്ഞായി കാണാം. നമ്മളിപ്പം സമയം 3:45 നമ്മൾ പരുന്തുംപാറയിലൊക്കെ ചെല്ലുമ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമായിരിക്കും. 5 മണി സമയത്തൊക്കെ കിടിലൻ മഞ്ഞായിരിക്കും ഗൈസ്. അപ്പം നമ്മൾ നേരെ പരുന്തുംപാറയ്ക്ക് പോകുന്നു. നമുക്ക് പരുന്തുംപാറ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുട്ടിക്കാലത്തൊരു കുന്നിൻ്റെ മുകളിൽ പോയി കുറേ നേരം ഇരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടല്ലോ. ഞാൻ അല്ലേ ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അന്നത്തെ ഈ ദിവസം. അത് നിന്ന നിപ്പി ഞങ്ങൾ പോയതാണ്. പക്ഷെ ഞങ്ങൾ അവിടെ പോയ കുന്നിന്റെ മുകളിൽ കുറെ നേരം ഇരുന്നു, ഒത്തിരി നേരം അവിടെ ഇരുന്നു. പക്ഷെ ഭയങ്കര സമാധാനം, ആരുമില്ല അവിടെ, ഒരു മനുഷ്യന്മാർ പോലും. നല്ല രസമായിരുന്നു, നല്ല സമാധാനമായിരുന്നു. ആ ഒരു ഫീലിംഗ് ഇന്നും കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്ക് എവിടെയെങ്കിലും പോയി കുറെ നേരം നമുക്ക് ഇരിക്കാം. അത് മാത്രമല്ല, നല്ലൊരു വ്യൂ അവിടെ താഴോട്ടൊക്കെ നല്ല വ്യൂ. അത് തന്നെയായിരുന്നു അതിന്റെ ഫീല്. അതിന്റെ താഴെ കൂടി ഞാൻ നടന്ന്. നമുക്ക് അതുപോലെ ഇന്ന് എന്തായാലും നമുക്ക് പരുന്തുംപാറയിൽ പോയിരിക്കാം. കുറെ ഒരു 1.5 മണിക്കൂർ നമുക്ക് അവിടെ ഇരിക്കാം. എന്നിട്ട് പതുക്കെ വീട്ടിൽ പോവേ. അപ്പൊ നമ്മൾ മൂന്നാറിൽ നിന്നുള്ളൊരു പ്ലാൻ മാറ്റിയിട്ട് നമ്മൾ തിരിച്ചു പോകും. കാരണം മൂന്നാറിന് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ട് വേണം വീട്ടിൽ പോകാൻ. ഇതാകുമ്പോൾ നമുക്ക് നമുക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ നമുക്ക് അവിടെ കയറിയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. അപ്പൊ നമുക്ക് വിട്ടാലോ? സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടോണേ, പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്യാപ്പ് റോഡിനോട് വിട പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഗ്യാപ്പ് റോഡിൽ കുറച്ചു നേരം വണ്ടി ഓടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പോഴാണ് വെറുതെ മുന്നോട്ട് പോയാലും മൂന്നാറിന് എന്നാ കാണാനാ. മൂന്നാർ ഇഷ്ടംപോലെ പോയിട്ടുള്ളതുകൊണ്ട് പരുന്തുംപാറയും ഇപ്പോഴും പോകുന്നതാ. പക്ഷെ പരുന്തുംപാറ കുന്നിന്റെ ഒക്കെ പൊക്കം കണ്ടോടി. ഒരെണ്ണത്തിന്റെ മോള് കുറെ എണ്ണത്തിന്റെ മോള് കാണത്തില്ല, അതെല്ലാം ഫുള്ള് മഞ്ഞ് കയറിയിരിക്കും. അപ്പൊ നമ്മൾ നേരെ പരുന്തുംപാറയ്ക്ക് പോവുകയാണ് ഗൈസ്. ഞങ്ങളിങ്ങനെ ഗ്യാപ്പ് റോഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ട കുന്നിൻ്റെ മുകളിൽ ഒരു വീട് കണ്ടേ. ഇവിടെ കുറേ വീടുകൾ ഇരിപ്പുണ്ട്. ഞങ്ങൾ നോക്കുന്നുണ്ട് അതിൻ്റെ മുകളിലും വീട്. നോക്കിയേ എന്തൊരു പൊക്കത്താന്ന് നോക്കിയത്, ഭയങ്കര പൊക്കത്താണ് കേട്ടോ. ഈ ഗ്യാപ്പ് റോഡിൻ്റെ ഒരു ഭംഗിയുണ്ടോ, അടിപൊളിയല്ലേ. നമ്മളാ ബുള്ളറ്റ് പോകുന്ന പോക്കുണ്ടോ ഏകദേശം. നമ്മൾ മൂന്നാറിൽ നിന്ന് ഓടി കുട്ടിക്കാനത്ത് വന്നപ്പം ഫുള്ള് ഇരുട്ടായി കേട്ടോ. അത് കാരണം പിന്നെ ഞങ്ങൾ മറ്റേ ഏലപ്പാറ അല്ലേ പരുന്തുംപാറ, അത് കാരണം ഞങ്ങൾ പിന്നെ പരുന്തുംപാറയ്ക്ക് പോകുന്നില്ലെന്ന് വെച്ചു കേട്ടോ. പിള്ളേർ രണ്ടുപേരും ഉറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ കുട്ടിക്കാനത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ക്ലൈമറ്റ് കണ്ടോ, നോക്കി ഫുള്ള് മഞ്ഞ് കേട്ടോ. സത്യം പറഞ്ഞാൽ മൂന്നാറിൽ ചെന്നിട്ട് ഈ ഒരു ക്ലൈമറ്റ് നമുക്ക് അവിടെ പോലും കിട്ടിയിട്ടില്ല. ഒരാളെ കാര്യം കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലമില്ല, കുട്ടിക്കാനത്തിൻ്റെ ഒരു ഫീല് വേറെയാണ്. അത് കുട്ടിക്കാനത്തിനെ അറിയാവുന്ന ആൾക്കാരൊക്കെ അറിയാം. എപ്പോൾ വന്നാലും ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു ആംബിയൻസും ആണ്. ഒരിക്കലും നമ്മളെ കുട്ടിക്കാനം നമ്മളെ നിരാശപ്പെടുത്തില്ലെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ പരുന്തുംപാറയ്ക്കൊക്കെ പോകണമെന്ന് പറഞ്ഞിരുന്ന പിള്ളേർ രണ്ടുപേരും ഉറങ്ങിപ്പോയി. ഞങ്ങളിവിടെ വന്നപ്പോൾ താമസിച്ചു പോയി കേട്ടോ. ഞങ്ങൾ ഓടി വന്നപ്പോൾ താമസിച്ചു പോയി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ് കേട്ടോ. പിള്ളേർ രണ്ടുപേരും ഉറങ്ങും, അല്ല അവരെ കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. അപ്പോൾ എന്നാ പറയുന്നത്, കുട്ടിക്കാലത്ത് നിന്ന് ഒരു കിടിലൻ വൈബാണ് കേട്ടോ. ഒരു ചായ കുടിച്ചിട്ട് വണ്ടിയുടെ ശബ്ദം കാരണമല്ല കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പതുക്കെ പിരിയുമല്ല, പതുക്കെ വീട്ടിൽ പോകാം. ഒരു ചായ കുടിച്ചിട്ട് പതുക്കെ വീട്ടിൽ പോകാം കേട്ടോ.
അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് പതുക്കെ താഴോട്ട് ഇറങ്ങിയ സമയത്ത് ഇവിടെ ഒരു മോമോസിൻ്റെ കട കണ്ടു കേട്ടോ. എന്നാൽ പിന്നെ ഒരു മോമോസ് ഒരു ചായം കുടിച്ചിട്ട് പോകാമെന്ന് കരുതി വണ്ടി നിർത്തിയാണ്. നല്ല കിടിലൻ ക്ലൈമറ്റും അന്യായ കോടയും ഒന്നും കാണത്തുമില്ല. നല്ല തണുപ്പല്ലേ? കിടിലൻ തണുപ്പാട്ടോ. കാറ്റും കൂടി അടിക്കുന്നുണ്ടേ. നല്ല കാറ്റല്ലേ? നല്ല കാറ്റും കോടയും, ഒരു രക്ഷയില്ലാത്ത കോടയും കാറ്റും. ഞങ്ങൾ തന്നെ ഇവിടുത്തെ ഒരു മോമോസ് അടിക്കാൻ വേണ്ടി നിന്നാണ് കേട്ടോ. ഞങ്ങൾ കുട്ടിക്കാലത്ത് നിന്ന് പതുക്കെ താഴെ കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഒരു മോമോസിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ നിർത്തിയതാണ്. എന്തായാലും ഇവിടെ നല്ല വൈബുണ്ട്. ആരും ഇല്ല ഇവിടെ. ഇതിനെക്കൂട്ടി താഴത്ത് ഇറങ്ങിയതിലടി നല്ല തണുപ്പാണ് കേട്ടോ. ഇത്ര നേരം ഇല്ലാത്തൊരു ക്ലൈമറ്റായി ഇത്. ഇന്നത്തെ സത്യം പറയാം, ഇന്നത്തെ ഈ ക്ലൈമറ്റ് ഇപ്പോഴാണ് കിട്ടുന്നത്. ഇത്രയും തണുപ്പ് മൂന്നാറിലൊന്നും ബോട്ടൊന്നും തണുപ്പില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.